अस्सलामुअलैकुम वरहमतुल्लाहि वबरकातुह। अऊज़ु बिल्लाहि मिनश्शैतानिर्रजीम। बिस्मिल्लाहिर्रहमानिर्रहीम। अल्लाहुम्मा सल्लि अला सय्यिदिना मुहम्मदिन नबिय्यिल उम्मिय्यि व अला आलिहि व सहबिहि वसल्लम तस्लीमन कसीरा। ആദരണീയരായ ഉസ്താദുമാർ, ഈ സെമിനാറിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട ഗവേഷണ താൽപ്പര്യമുള്ള വിദ്യാർത്ഥികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ഒരു സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹു ഷാഫിഈ മദ്ഹബിലെ രണ്ടാം ഷാഫിഈ എന്ന പേരിൽ അറിയപ്പെടുന്ന ഷാഫിഈ മദ്ഹബിനെ ഒരു കാലഘട്ടം അനുസരിച്ച് തരംതിരിക്കുമ്പോൾ ഇമാം നവവിയുടെ മുമ്പ്, ഇമാം നവവിക്കു ശേഷം എന്ന ചർച്ചയിലേക്ക് എത്താൻ മാത്രമുള്ള സംഭാവനകൾ നൽകിയ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ സംഭാവനകളെക്കുറിച്ചും അതിൻ്റെ ആധികാരികതയെക്കുറിച്ചുമൊക്കെയുള്ള ചർച്ചയിലാണ് നമ്മളുള്ളത്. നമ്മുടെ വിഷയം മദ്ഹബിലെ സാങ്കേതിക പദങ്ങൾ ഇമാമിന് മുമ്പും ശേഷവും എന്നത് ചർച്ച ചെയ്യലാണ്. സാങ്കേതിക പദങ്ങൾ എന്ന് പറയുമ്പോൾ അറബിയിൽ നമ്മൾ അൽ മുസ്തലഹ് അല്ലെങ്കിൽ അൽ മുസ്തലഹാത്ത് എന്ന് പറയും. സാധാരണ ഭാഷാപരമായ ആശയത്തിൽ നിന്നും അർത്ഥത്തിൽ നിന്നും വിഭിന്നമായി വിവിധ വിജ്ഞാന ശാഖകൾ അല്ലെങ്കിൽ ശാസ്ത്രശാഖകൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ഥാപനങ്ങൾ ഒക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ അവരുടെ മേഖലയിൽ പ്രത്യേകമായി ചില ആശയങ്ങളെ പ്രതിനിധീകരിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങൾക്കാണ് മുസ്തലഹ്, സാങ്കേതിക പദം എന്ന് പറയുക. ഓരോ വിജ്ഞാന ശാഖകളും വളർന്നു വരുമ്പോൾ അതാതു ശാഖയിലെ പണ്ഡിതന്മാർ ആശയങ്ങളെ ചുരുക്കി വിവരിക്കുന്നതിനും കൃത്യത വരുത്തുന്നതിനു വേണ്ടിയുമൊക്കെ ഇങ്ങനെയുള്ള സാങ്കേതിക പദങ്ങൾ ഉപയോഗിച്ചു വന്നിട്ടുണ്ട്. ഷാഫിഈ മദ്ഹബിലും ഷാഫിഈ മദ്ഹബിൻ്റെ ഉത്ഭവം മുതൽ ഇന്നേക്കു വരെയുള്ള ഗ്രന്ഥരചനകളുടെ ചരിത്രത്തിൽ ഈ സാങ്കേതിക പദങ്ങളുടെ രൂപപ്പെടലും വളർച്ചയും വികാസവും നമുക്ക് കാണാൻ സാധിക്കും. ഈ സാങ്കേതിക പദങ്ങളിൽ ഇമാം നവവി തങ്ങളുടെ മുമ്പ് ശേഷം എന്ന ഒരു ട്വിസ്റ്റിൽ വെച്ച് നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് നമ്മൾ ഇന്ന് ഇവിടെ ഈ വിഷയത്തിൽ പഠിക്കുന്നത്. നമുക്കറിയാം, ഷാഫിഈ മദ്ഹബിലെ ആദ്യകാല ഗ്രന്ഥങ്ങൾ ഇമാം ഷാഫിഈ തങ്ങളുടേതു തന്നെയാണ്. മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങൾ അവരുടെ കിതാബുകളിൽ, അത് ശിഷ്യന്മാർ രേഖപ്പെടുത്തി വെച്ച കിതാബുകളിൽ ഷാഫിഈ ഇമാം ഉപയോഗിച്ച് പോന്ന സാങ്കേതിക പദങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഷാഫിഈ ഇമാമിൻ്റെ വാക്കുകളിലായി അസ്ഹാബുകൾ അല്ലെങ്കിൽ ഷാഫിഈ ഇമാമിൻ്റെ ശിഷ്യന്മാർ രേഖപ്പെടുത്തി വെച്ച സാങ്കേതിക പദങ്ങൾ ആദ്യകാല ഗ്രന്ഥങ്ങളിൽ തന്നെയുണ്ട്. മഹാനായ ഇമാം ഷാഫിഈ തങ്ങൾ ഉഹിബ്ബു എന്ന പ്രയോഗം പല ഇടങ്ങളിലായി പ്രയോഗിച്ചതായി കാണാൻ കഴിയും. വിധികളെ
സൂചിപ്പിക്കുന്നത് വിധികളുടെ പേര് പറയുന്നതിനു പകരം ഇത്തരത്തിലുള്ള ചില സാങ്കേതിക പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് പല വിധികളും ഷാഫിഈ ഇമാം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ചെയ്യലോ ഉപേക്ഷിക്കലോ പ്രത്യേകം നിർദ്ദേശം വരാത്ത, എന്നാൽ മുസ്തഹബായ ചില കാര്യങ്ങൾക്ക് അവിടെ സുന്നത്ത് എന്നോ മുസ്തഹബ് എന്നോ പറയാതെ ഉഹിബ്ബു എന്ന് പറഞ്ഞിട്ടാണ് ഷാഫിഈ ഇമാം രേഖപ്പെടുത്തിയത്. അതുപോലെ ലാ ബഅസ എന്ന് പലയിടങ്ങളിലായി ഇമാം ഷാഫിഈ തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ കാണാം. കറാഹത്തോ സുന്നത്തോ ഇല്ലാതെ ചെയ്യൽ ജായിസായ കാര്യങ്ങൾക്ക് സാധാരണ നാം ജായിസ് എന്ന് പറയുന്ന വിധിയെ സൂചിപ്പിക്കുവാൻ വേണ്ടി ലാ ബഅസ എന്ന പ്രയോഗമാണ് ഇമാം ഷാഫിഈ തങ്ങൾ ഉപയോഗിച്ചു പോകുന്നത്. അതുപോലെ ഹറാമിനെ അറിയിക്കുന്നതിന് വേണ്ടി ലാ ഖൈറ ഫീഹി എന്ന പ്രയോഗം പലയിടങ്ങളിലായി ഇമാം ഷാഫിഈ തങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അക്റഹു അല്ലെങ്കിൽ ലം ഉഹിബ്, ഈ പദങ്ങൾ വിവിധ ആശയങ്ങൾക്ക് വേണ്ടി പല സ്ഥലങ്ങളിലും പല രീതിയിലായി ഇമാം ഷാഫിഈ തങ്ങൾ ഉപയോഗിച്ചു പോന്നിട്ടുണ്ട്. ചിലപ്പോൾ ഉപേക്ഷിക്കൽ ഗുണമാണ് എന്നതിനു വേണ്ടി, അല്ലെങ്കിൽ കറാഹത്തു തൻസീഹിനെ അറിയിക്കുന്നതിനു വേണ്ടി ഒക്കെ ലം ഉഹിബ് അല്ലെങ്കിൽ അക്റഹു എന്ന പ്രയോഗം ഇമാം ഷാഫിഈ തങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഉപയോഗിച്ച സാങ്കേതിക പദങ്ങളാണ് അവിടുത്തെ ശിഷ്യർ പിന്നീട് അവരുടെ ഗ്രന്ഥരചനകളിൽ ഉപയോഗിച്ചു പോന്നത്. അവിടെ നിന്നിങ്ങോട്ട് ഇമാം നവവി റളിയല്ലാഹു അൻഹുവിൻ്റെ ആഗമനം വരെയുള്ള ഗ്രന്ഥരചനകളിലൊക്കെ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഉപയോഗിച്ച സാങ്കേതിക പദങ്ങൾ തന്നെയാണ് തുടർന്നു വന്നത്. അതോടൊപ്പം തന്നെ അക്കാലത്ത് രൂപപ്പെട്ട ചില സാങ്കേതിക പദങ്ങളും ഉണ്ടായിട്ടുണ്ട്. മുഹറർ പരിശോധിച്ച് നോക്കിയാൽ ഇമാം റാഫിഈ തങ്ങൾ ഉപയോഗിച്ച ഒരുപാട് സാങ്കേതിക പദങ്ങൾ, അതുപോലെ വജീസ് പോലെയുള്ള ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഉപയോഗിച്ച സാങ്കേതിക പദങ്ങൾ, ആ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങളിൽ അത്തരം സാങ്കേതിക പദങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഒരു ഏകീകൃത സ്വഭാവം അവക്കുണ്ടായിരുന്നില്ല എന്നത് വസ്തുതയാണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹു തഹ്ഖീഖ് രചിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, ഞാൻ ഗ്രന്ഥരചന ആരംഭിക്കുമ്പോൾ ഏകദേശം 100-ലധികം കിതാബുകൾ കണ്ടിട്ട് അതിൽ നിന്നൊക്കെയുള്ള ആശയങ്ങളും അതിൽ നിന്നൊക്കെയുള്ള മസ്അലകളും കണ്ടെത്തിയിട്ട് അവകളെ ഒരുമിച്ച് കൂട്ടിയിട്ടാണ് ഗ്രന്ഥരചന നടത്തുന്നത് എന്ന്. അപ്പോൾ ഇമാം നവവിക്ക് മുമ്പ് തന്നെ 100-ലധികം ഗ്രന്ഥങ്ങൾ ഷാഫിഈ മദ്ഹബിൽ തന്നെ രചിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊക്കെ പരക്കെ പല തരത്തിലുള്ള സാങ്കേതിക പദങ്ങളും ഉപയോഗിക്കപ്പെട്ടിരുന്നുവെങ്കിലും അവക്കൊരു ഏകീകൃത സ്വഭാവം ഉണ്ടായിരുന്നില്ല എന്നതിനാൽ പിൽക്കാലത്ത് അത്തരം മുസ്തലഹാത്തുകളെ ഉപയോഗിക്കുന്നതിൽ നിന്ന് പണ്ഡിതന്മാർ പിന്നോട്ട് പോവുകയും ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഗ്രന്ഥങ്ങളിൽ ഇസ്തിലാഹാത്തുകളെ കൃത്യമായി ഏകീകരിക്കുകയും ഓരോ ഇസ്തിലാഹുകളെയും എവിടെയാണ് ഉപയോഗിക്കേണ്ടത് എന്നും അതിൻ്റെ കൃത്യമായ ആശയം എന്താണ് എന്ന് വിശദീകരിക്കുകയും ചെയ്തപ്പോൾ പിൽക്കാലക്കാരൊക്കെ അത് പിന്തുടർന്നു പോന്നു എന്നത് ഇമാം നവവി റളിയല്ലാഹു അൻഹുവിൻ്റെ ഇസ്തിലാഹാത്തുകൾ പിൽക്കാലത്ത് അത് പ്രചാരം നേടുവാൻ കാരണമായി. സാധാരണ നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ നമ്മളൊക്കെ പഠിക്കുകയും ഓതിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന കിതാബുകളുടെയൊക്കെ മത്നായ മിൻഹാജിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു ഇസ്തിലാഹാത്തുകളെക്കുറിച്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മിൻഹാജിൽ ഇസ്തിലാഹാത്തുകളെക്കുറിച്ച് ഇമാം നവവി തങ്ങൾ പറഞ്ഞതിനേക്കാൾ വിശദമായും
ഒന്നുകൂടി കർക്കശമായും ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ തഹ്ഖീഖ് എന്ന കിതാബിൽ കൃത്യമായി മിൻഹാജിനേക്കാൾ ഒന്നുകൂടി മുൻകടന്ന് ഒന്നുകൂടി വിശദമായി ആഴത്തിൽ ഇസ്തിലാഹാത്തുകളെ രൂപപ്പെടുത്തുവാനുള്ള ഒരു പ്രാരംഭം നൽകിയിട്ടുണ്ട്. എന്നാൽ മഹാനായ ഇമാം നവവി തങ്ങളുടെ അവസാനത്തെ ഗ്രന്ഥവും അത് പൂർത്തിയാക്കാൻ ഇമാം നവവി തങ്ങൾക്ക് കഴിയാത്തതുമായിരിക്കാം തഹ്ഖീഖിലുള്ള കൂടുതൽ ക്ലിപ്തത ലഭ്യമായ ഇസ്തിലാഹാത്തുകൾ പിൽക്കാലത്ത് കൂടുതൽ അത് ഉപയോഗിക്കപ്പെട്ടിട്ടില്ല എന്നതാണ്. വിശദമായി ഉദാഹരണങ്ങൾ സഹിതം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞു വരാം. ഇമാം നവവി തങ്ങൾ അവസാനമായി തഹ്ഖീഖ് രചിച്ച് സ്വലാത്തുൽ മുസാഫിർ വരെയാണ് എത്തിയത്. അതിനുശേഷം പിന്നെ അത് രചിക്കപ്പെട്ടിട്ടില്ല. മറ്റു പലരും അത് ശ്രമിച്ചെങ്കിലും അത് പൂർണ്ണമായില്ല എന്നതാണ്. ഇമാം നവവി തങ്ങൾ ഇസ്തിലാഹാത്തുകളെ ഇസ്തിലാഹാത്തുകളായി വിശദീകരിക്കുക എന്നതിലപ്പുറം അത് ഉപയോഗിക്കുകയും കൃത്യമായി ഓരോ മസ്അലയിലും അത് ഉപയോഗിച്ച് മനസ്സിലാക്കുകയും ചെയ്തു തന്നു എന്നത് മിൻഹാജിൻ്റെ പ്രത്യേകതയായി മാറി. പിന്നെ മിൻഹാജ് ഫോക്കസ് ചെയ്തിട്ടാണ് പിൽക്കാലത്ത് ഷറഹുകളും ഹവാഷികളും താലീഖാത്തുകളും ഒക്കെയായി വന്നത്. ഒരുപക്ഷെ തഹ്ഖീഖ് പൂർണ്ണമായി രചിക്കപ്പെടുകയും ഫിഖ്ഹിൻ്റെ എല്ലാ അബുവാബുകളും കിതാബുകളും പൂർണ്ണമായി രചിക്കപ്പെട്ട ഒരു ഗ്രന്ഥമായി തഹ്ഖീഖ് മാറുകയും ചെയ്തിരുന്നുവെങ്കിൽ തഹ്ഖീഖിൽ പറയപ്പെട്ട ആ ഇസ്തിലാഹുകൾക്കനുസരിച്ച് പിൽക്കാലത്ത് രചനകളും ഫിഖ്ഹിൻ്റെ ചലനവും വരുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നമുക്ക് മിൻഹാജിലേക്ക് വരാം. മിൻഹാജിൻ്റെ തുടക്കത്തിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഇസ്തിലാഹാത്തുകളെ കുറിച്ച് പറഞ്ഞ ഭാഗത്ത് ആദ്യമായി പറയുന്ന ആ ഇബാറത്ത് നമുക്കൊക്കെ അറിയാം. ഇവിടെ ഇമാം നവവി തങ്ങൾ വിശദീകരിച്ച ഇസ്തിലാഹാത്തുകൾ നമുക്ക് 4 ഇനങ്ങളായി തരംതിരിക്കാൻ പറ്റും. ഒന്ന്, ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖൗലുകളുമായി ബന്ധപ്പെട്ടവ. 2, മദ്ഹബിലെ അസ്ഹാബുകളുടെ അഭിപ്രായങ്ങളുമായി ബന്ധപ്പെട്ടവ. 3, ഇമാമിൻ്റെ ഖൗലുകളിൽ നിന്നും അസ്ഹാബിൻ്റെ അഭിപ്രായങ്ങളിൽ നിന്നും പരസ്പരം ഘടിച്ചുണ്ടായവ. 4, ഈ പറയപ്പെട്ട 3 എണ്ണത്തിനും സാധ്യതയുള്ളവ. ഇങ്ങനെ 4 വിധങ്ങളായി നമുക്ക് നവവി ഇമാമിൻ്റെ ശേഷം അല്ലെങ്കിൽ നവവി ഇമാം രൂപപ്പെടുത്തി പിൽക്കാലക്കാർ സ്വീകരിച്ചു പോന്ന ഇസ്തിലാഹാത്തുകളെ നമുക്ക് തരംതിരിക്കാൻ പറ്റും. ഇമാം ഷാഫിഈ തങ്ങളുടെ ഖൗലുകളുമായി ബന്ധപ്പെട്ടവയാണ് ആദ്യത്തേത്. അഥവാ ഒരു മസ്അലയിൽ ഇമാം ഷാഫിഈ തങ്ങൾക്ക് ഒന്നിലധികം ഖൗലുകളുണ്ടെങ്കിൽ അവിടെയുള്ള പ്രബലമായ അഭിപ്രായത്തെ രേഖപ്പെടുത്തുന്നിടത്ത് അൽഹർ എന്നോ അല്ലെങ്കിൽ മഷ്ഹൂർ എന്നോ ആണ് ഉപയോഗിക്കപ്പെടുക. അൽഹർ എന്ന് ഉപയോഗിക്കുന്നിടത്ത് ആ മസ്അലക്ക് 2 ഖൗലുകളുണ്ട്. അതിൽ ഒരു ഖൗലാണ് അൽഹർ എന്ന് പറഞ്ഞുകൊണ്ട് രേഖപ്പെട്ട മസ്അല. അതിൻ്റെ മുഖാബിലിൽ മറ്റൊരു മസ്അലയും ഉണ്ടാകും. അത് ലാഹിറായ മസ്അലയാണ്. അൽഹർ എന്ന് പറയുമ്പോൾ ഏറ്റവും ഉയർന്ന രീതിയിൽ കൃത്യമായി അതിൻ്റെ ദലീലുകൾ വ്യക്തമായ 1ാം സ്ഥാനം നൽകപ്പെടുന്ന മസ്അലക്ക് അൽഹർ എന്ന് പറയും. അതിൻ്റെ മുഖാബിലിലുള്ള മസ്അലയാണ് ലാഹിർ. ഇതുപോലെ തന്നെയാണ് മഷ്ഹൂറും. എന്നാൽ അൽഹറും മഷ്ഹൂറും തമ്മിലുള്ള വ്യത്യാസം, അൽഹറിൻ്റെ മുഖാബിലിലുള്ള ഖൗല് ഏകദേശം അൽഹറിനെ പോലെ തന്നെ അതിൻ്റെ ദലീലിൽ ഖുവ്വത്ത് ഉണ്ടാവും. നമ്മളെ കിതാബുകളിലൊക്കെ ഫഇൻ ഖവിയൽ ഇഖ്തിലാഫു എന്നാണ് പറയാ. ഫഇൻ ഖവിയൽ ഇഖ്തിലാഫു, ഇഖ്തിലാഫ് ഖവിയായാൽ, ഇഖ്തിലാഫ് ഖവിയാവുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഫൈൻ ഖവിയൽ ഖിലാഫു, അല്ലെങ്കിൽ ഫൈൻ ഖവിയൽ ഇഖ്തിലാഫു എന്ന് പറയും. ഇവിടെ ഇഖ്തിലാഫ് ഖവിയാകുക എന്ന് പറഞ്ഞാൽ മുഖാബിലിലുള്ള മസ്അലയുടെ ദലീൽ ഖവിയാവുക എന്നതാണ് ഉദ്ദേശിക്കപ്പെടുന്നത്.
അപ്പോൾ ഒരു അൽഹർ എന്ന് പറഞ്ഞ മസ്അല അതിൻ്റെ മുഖാബിലിലുള്ള മസ്അലയേക്കാൾ സ്ഥാനം ഉയർന്നതാണെങ്കിലും ആ അൽഹറിൻ്റെ മുഖാബിലിലുള്ള മസ്അല മോശമൊന്നുമല്ല, കാരണം അതിൻ്റെ ദലീലും ഖവിയാണ്. എന്നാൽ മഷ്ഹൂറിലേക്ക് പോകുമ്പോൾ ആ മഷ്ഹൂറിൻ്റെ മുഖാബിലിലുള്ള മസ്അല അല്ലെങ്കിൽ ആ ഖൗല്, മഷ്ഹൂറിൻ്റെ മുഖാബിലിലുള്ള ഖൗല് അതിൻ്റെ ദലീൽ ഖവിയല്ല, അതിൻ്റെ ദലീൽ ദഈഫാണ്. അപ്പോഴാണ് മഷ്ഹൂർ എന്ന് പറയുക. അപ്പോൾ ഖവിയായ മുഖാബിലിലുള്ള ഭാഗത്ത് അൽഹർ എന്ന് പറയും. ഖവിയല്ലാത്ത ദഈഫായ മുഖാബിലാണ് ഈ ഖൗലിൽ ഉള്ളത് എങ്കിൽ അതിന് മഷ്ഹൂർ എന്ന് പറയും. ഇങ്ങനെയാണ് മിൻഹാജിൽ ഇമാം നവവി തങ്ങൾ ഉപയോഗിച്ചു പോകുന്നത്. പിൽക്കാലത്ത് ഈ മിൻഹാജിനെ പിന്തുടർന്ന് പോകുന്ന ഗ്രന്ഥങ്ങളിലൊക്കെ ആ രീതിയിലാണ് വന്നത്. എന്നാൽ നാം നേരത്തെ സൂചിപ്പിച്ചു, ഇമാം നവവി തങ്ങൾ തഹ്ഖീഖിൽ ഒന്നുകൂടി ആഴത്തിൽ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അവിടെ ഇമാം നവവി തങ്ങൾ ഉപയോഗിച്ചത് അൽഹർ, ലാഹിർ, മഷ്ഹൂർ എന്ന 3 ഗ്രേഡുകളിലാക്കിയിട്ടാണ്. ഏറ്റവും ഖവിയായ ദലീലുള്ള ഖൗലിനെ അൽഹർ എന്ന് പറയും. അതിൽ കുറച്ച് കുറവുള്ള അഥവാ ളുഅഫുണ്ട്, എന്നാൽ ആ ളുഅഫ് ഉള്ളതോടുകൂടെ തന്നെ അൽഹറായ ഖൗലിനോട് ഏകദേശം സമാനമായിട്ട് കിടക്കുന്ന ഖൗലാണെങ്കിൽ ആ ഖൗലിന് ലാഹിർ എന്ന് പറയും. ആ ലാഹിറിനേക്കാൾ ഒന്നുകൂടി വാഹി ആയാൽ അഥവാ ഒന്നുകൂടി അതിന് ക്ഷയം സംഭവിച്ചാൽ, ളുഅഫ് സംഭവിച്ചാൽ അതിന് മഷ്ഹൂർ എന്ന് പറയും. ഇങ്ങനെ 3 ഘട്ടങ്ങളിലാക്കിയിട്ടാണ് തഹ്ഖീഖിൽ ഇമാം നവവി തങ്ങൾ വിശദീകരിച്ചു പോകുന്നത്. ഇങ്ങനെ ഇമാമിൻ്റെ ഖൗലുമായി, ശാഫിഈ ഇമാമിൻ്റെ ഖൗലുമായി ബന്ധപ്പെട്ട് ഒന്നിലധികം ഖൗലുകൾ ഉണ്ടാകുമ്പോൾ അവിടെ ഉപയോഗിച്ചു വന്നത് അൽഹർ, ലാഹിർ, മഷ്ഹൂർ എന്നിങ്ങനെയാണ്. ഇതുപോലെ ഇമാമിൻ്റെ ഖൗലുമായി ബന്ധപ്പെട്ട വാക്കുകളാണ് ഖദീം, ജദീദ് എന്നിവ. നമുക്കറിയാവുന്നതാണ്. ഖദീം എന്ന് പറഞ്ഞാൽ ഇമാം നവവിയുടെ ആദ്യകാല ഗ്രന്ഥങ്ങളിലുള്ള ഇറാഖിലായിരിക്കെ രചിക്കപ്പെട്ടതും അവിടുന്ന് പറഞ്ഞതുമായ വാക്കുകൾക്കാണ് ഖദീം എന്ന് പറയുക. അതിനുശേഷം മിസ്റിലെത്തി, മിസ്റിൽ നിന്ന് ഇമാം നവവി തങ്ങൾ രചിച്ച ഗ്രന്ഥങ്ങളിലുള്ള ഇബാറത്തുകൾ, ഖൗലുകൾക്കാണ് ജദീദ് എന്ന് പറയുക. അപ്പോൾ ഖദീം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം എന്താണെന്നും ജദീദ് എന്ന് പറഞ്ഞാൽ എന്താണെന്നും നമുക്ക് കൃത്യമായി അറിയാവുന്നതാണ്. ഇതുപോലെ തന്നെ ഈ ഖൗലുകളിലേക്ക് സൂചിപ്പിക്കുന്ന മറ്റു ചില ഇസ്തിലാഹാത്തുകളും അവക്ക് കൂടെയുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കത് വിശദമായിട്ട് ലഭ്യമാവും. പിന്നീട് അസ്ഹാബുകളുടെ അഭിപ്രായങ്ങളുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ഇനം, അതിന് ഔജുഹു എന്നാണ് പറയുക. ഇമാമിൻ്റെ അസ്ഹാബുകൾക്ക് മുജ്തഹിദ് മുൻതസിബുകളായ അസ്ഹാബുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ അവരുടെ വാക്കുകളിൽ ഉപയോഗിച്ച ഇസ്തിലാഹാത്തുകൾ, അവരുടെ വാക്കുകൾ, അവരുടെ ഖൗലുകൾ, അവരുടെ അഭിപ്രായങ്ങൾ, ആ അഭിപ്രായങ്ങൾക്കിടയിലെ അന്തരങ്ങൾ, ആ അന്തരങ്ങളെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി വജുഹുകൾ എന്നാണ് അതിന് പറയുക. ആ വജുഹുകൾക്കിടയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ സൂചിപ്പിക്കുവാൻ വേണ്ടി ഇമാം നവവി തങ്ങൾ ഉപയോഗിച്ചത് അൽ അസഹ്, സ്വഹീഹ് എന്നീ പദങ്ങളാണ്. നേരത്തെ പറഞ്ഞ അൽഹറിൻ്റെ സ്ഥാനത്ത് ഇമാമിൻ്റെ ഖൗലാകുമ്പോൾ അവിടെ അൽഹർ പ്രയോഗിച്ചപ്പോൾ അസ്ഹാബിൻ്റെ വജുഹുകളുടെ സ്ഥാനത്ത് ഇതേപോലെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി അൽഹർ എന്ന് പ്രയോഗിച്ച സ്ഥാനത്ത് അസ്ഹാബിൻ്റെ വജുഹുകൾക്കിടയിലെ അഭിപ്രായം സൂചിപ്പിക്കുന്നതിന് അസഹ് എന്ന് പ്രയോഗമുണ്ട്. അതിൽ തന്നെ ഖിലാഫ് ലഈഫാണെങ്കിൽ അഥവാ മുഖാബിലുള്ള അഭിപ്രായത്തിൻ്റെ ദലീല് ഖവിയല്ല എങ്കിലാണ് സ്വഹീഹ് എന്ന പ്രയോഗം ഉപയോഗിക്കുക. അപ്പോൾ സ്വഹീഹ് എന്ന് പറഞ്ഞാൽ, അസഹ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുഖാബിലുള്ള അഭിപ്രായങ്ങളും അസ്ഹാബിൻ്റെ വജുഹുകളിൽപ്പെട്ട അഭിപ്രായങ്ങളായിരിക്കും. ഇങ്ങനെ അസ്ഹാബിൻ്റെ വജുഹുകളുമായി ബന്ധപ്പെട്ടുള്ളതാണ് രണ്ടാമത്തെ ഇനം. മൂന്നാമത് നമ്മൾ പറഞ്ഞു ഇമാം ഷാഫിഈ തങ്ങളുടെ ഖൗലുകളിൽ നിന്നും അസ്ഹാബിൻ്റെ വജുഹുകളിൽ നിന്നും ഗടിച്ചുണ്ടായത്. ഈ ഇനത്തിൽപ്പെട്ടതാണ് അന്നസ് എന്ന് പറയുന്ന ഇസ്തിലാഹ്. നസ് എന്ന് പറഞ്ഞാൽ ഇമാം ഷാഫിഈ തങ്ങളുടെ ഡയറക്റ്റ് ഖൗലാണ്. എന്നാൽ അതിൻ്റെ മുഖാബിലുള്ള
ഒരു നസ് എന്ന് പറഞ്ഞാൽ അവിടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ അഭിപ്രായ വ്യത്യാസത്തിൽ ഇമാമിൻ്റെ ഖൗലിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ മുഖാബിലുള്ളത് ഒന്നുകിൽ ഏതെങ്കിലും ഒരു വജുഹുൻ വഈഫായിരിക്കും, അല്ലെങ്കിൽ ഖൗലുൻ മുഖറജ് ആയിരിക്കും. ഖൗലുൻ മുഖറജ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഒരു മസ്അലയിൽ ഇമാം ഷാഫിഈ തങ്ങൾ ഒന്നിലധികം ഖൗല് പറഞ്ഞ സമാനമായ മസ്അലകളിൽ ഇമാം ഷാഫിഈ തങ്ങൾ ഒന്നിലധികം ഖൗല് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പം ഈ മസ്അലയിലുള്ള ഖൗല് ആ മസ്അലയിലേക്കും ആ മസ്അലയിലുള്ള ഖൗല് ഇങ്ങോട്ടും കൊടുത്ത് ഓരോ മസ്അലയിലും രണ്ട് വീതം അഭിപ്രായങ്ങൾ നൽകും. അപ്പോൾ പരസ്പരം നൽകപ്പെടുന്ന മസ്അലകൾക്കാണ് ഖൗലുകൾക്കാണ് ഖൗലുൻ മുഖറജ് എന്ന് പറയുക. ഈ ഖൗലുൻ മുഖറജ് ഉണ്ടാകും, ഒരു നസ്സും ഉണ്ടാകും. മറ്റൊരു ഓരോ മസ്അലയിലും ഒരു ഖൗല് ഇമാം ഷാഫിഈയുടേത് നസ്സായിട്ട് അവിടെ ഉണ്ടാകും, പിന്നെ ഒരു ഖൗലുൻ മുഖറജും ഉണ്ടാകും. അപ്പോൾ പിന്നെ ഇതിൽ നിന്ന് ഏതാണ് തിരഞ്ഞെടുക്കുക എന്നിടത്ത് അസ്ഹാബുകൾ പിന്നെ അതിന് മുൻഗണനാക്രമം നിശ്ചയിക്കും. ഒരുപക്ഷെ നസ്സായിരിക്കാം, അല്ലെങ്കിൽ അതിലുള്ള ഖൗലായിരിക്കാം, അല്ലെങ്കിൽ ഖൗലുൻ മുഖറജായിരിക്കാം. പലപ്പോഴും ഏതാണോ നസ്സ് അതുതന്നെയാണ് മുഅ്തമദി എന്ന് പണ്ഡിതന്മാർ ഉറപ്പിക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. ഇവിടെയാണ് നസ്സ് എന്ന പ്രയോഗം. നാലാമതായി നാം പറഞ്ഞു ഈ 4 അഭിപ്രായങ്ങൾക്കും സാധ്യതയുള്ളത്, 4 അഭിപ്രായങ്ങൾക്കും സാധ്യതയുള്ള മുമ്പ് പറഞ്ഞ 3 അഭിപ്രായങ്ങൾക്കും സാധ്യതയുള്ള ഇമാമിൻ്റെ ഖൗലോ അല്ലെങ്കിൽ അസ്ഹാബിൻ്റെ വജുഹോ അല്ലെങ്കിൽ രണ്ടിൽ നിന്നും ഗടിച്ചതോ ആവാൻ സാധ്യതയുള്ള അഭിപ്രായങ്ങളെ സൂചിപ്പിക്കുന്നതിനാണ് അൽ മദ്ഹബ് എന്ന പ്രയോഗം ഉപയോഗിക്കാറുള്ളത്. ഇവിടെ അൽ മദ്ഹബ് എന്ന് പറയുമ്പോൾ ഇമാമിൻ്റെ ഖൗലിൽ നിന്നോ അല്ലെങ്കിൽ അസ്ഹാബിൻ്റെ വജ്ഹിൽ നിന്നോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഗടിച്ചുണ്ടായ മസ്അലകളിൽ നിന്നോ ഏറ്റവും പ്രബലമായതിനെ അൽ മദ്ഹബ് എന്ന പ്രയോഗം കൊണ്ട് സൂചിപ്പിക്കുകയാണ് ഉണ്ടായത്. ഇങ്ങനെ 4 ഘട്ടങ്ങളിലായി 4 ഇനങ്ങളായിട്ടാണ് ഇമാം നവവി തങ്ങൾ മിൻഹാജിൽ ഉപയോഗിച്ചു പോകുന്നത്. പിന്നീട് പിൽക്കാലക്കാർ വന്നു. പിൽക്കാലക്കാർ ഇമാം നവവി തങ്ങളുടെ ഈ ഇസ്തിലാഹുകളെ പിന്തുടർന്നു. അതോടൊപ്പം തന്നെ ഇമാം നവവി തങ്ങൾ ഗ്രന്ഥങ്ങളിൽ ഉപയോഗിച്ച മറ്റു വിധികളെ സൂചിപ്പിക്കുവാൻ വേണ്ടി, ഇമാമുമാരുടെ പേരുകളെ സൂചിപ്പിക്കുവാൻ വേണ്ടി, അതുപോലെ ഇങ്ങനെയുള്ള ചില ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റു ചില ഇസ്തിലാഹാത്തുകളും സാങ്കേതിക സൂചനാപദങ്ങളും നിലവിൽ വരികയുണ്ടായി. ഏതായിരുന്നാലും ഇമാം നവവി തങ്ങൾ അവിടുത്തെ ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിച്ച ഇസ്തിലാഹുകളെയാണ് പിൽക്കാലക്കാരൊക്കെ പിന്തുടർന്നു പോന്നത് എന്നതിനാൽ ഇമാം ഷാഫിഈ തങ്ങൾ നേരത്തെ നമ്മളൊക്കെ പറയുന്നത് പോലെ ഷാഫിഈ മദ്ഹബിൽ തന്നെ പ്രാബല്യത്തിൽ ഇമാം ഷാഫിഈ തങ്ങളുടെ ഗ്രന്ഥങ്ങൾക്ക് മുൻഗണനയുള്ളതുപോലെ ഇമാം ഷാഫിഈ തങ്ങളുടെ സാങ്കേതിക പദങ്ങൾക്കും മുൻഗണന ലഭിച്ചു എന്നതാണ് വസ്തുത. ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഇസ്തിലാഹുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് സൂചനാവാക്യങ്ങളും മറ്റൊരുപാട് ഇസ്തിലാഹുകളും ഉദാഹരണ സഹിതം പറയുമ്പോൾ മാത്രം മനസ്സിലാകുന്നവയുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നിങ്ങൾക്ക് പ്രബന്ധം ലഭ്യമാകുമ്പോൾ അതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു സെമിനാർ സംഘടിപ്പിച്ച ഫിഖ് ഡിപ്പാർട്ട്മെൻറ്റ് വിദ്യാർത്ഥികൾക്കും ഉസ്താദുമാർക്കും നന്ദി രേഖപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.